ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീതയും പൃഥ്വിയും ഡാൻസ് കളിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ കിരൺ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് മോനിഷ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇത്ര അസൂയപ്പെടുന്നത്? നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. കിരൺ അപ്പോൾ പറയാണ്, ഫ്രണ്ടാണ്, ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല എന്ന്. കിരണാണെങ്കിൽ മോനിഷയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്നൊക്കെ പറയാണ്. മോനിഷ അപ്പോൾ പറയാണ്, ഞാൻ നിന്റെ ഫാനാണ്, അതുകൊണ്ട് നിന്റെ കൂടെ ഇരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുവെന്നൊക്കെ. മോനിഷയാണെങ്കിൽ കിരൺ ഒരു ജ്യൂസ് കൊടുക്കുകയാണ്. ആ ജ്യൂസിലാണെങ്കിൽ കിരൺ മയങ്ങുന്നതിന് വേണ്ടി ഒരു പൊടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിരൺ കുടിച്ചതിന് ശേഷം ശരിക്കും തല ചുറ്റുന്നത് പോലെ കിരണിന് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്താണെങ്കിൽ പ്രീതയെക്കുറിച്ച് ഓർത്തിരിക്കുകയായിരുന്നു. മഹേഷ് ആണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. രോഹിത്ത് അപ്പോൾ പറയണ, ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കവിത ആൻറ്റി പ്രീതയോട് സംസാരിച്ചതൊക്കെ ആലോചിക്കുമായിരുന്നെന്ന് പറയുന്നു. മഹേഷ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, രോഹിത്തിനാണെങ്കിൽ ഷേർലിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്, പ്രീതയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. മഹേഷ് ആണെങ്കിൽ രോഹിത്തിനോട് പറയാണ്, നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതെന്നോട് തുറന്ന് പറയാൻ പറയുന്നു. വേറെ ഒരു കാര്യവും നീ നോക്കേണ്ട ആവശ്യമില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ സന്തോഷം എന്താണോ അതെന്നോട് പറഞ്ഞാൽ മതി, അത് എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരുമെന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, ഞാനൊന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഈ സമയം പാർട്ടിയിലാണെങ്കിൽ കിരൺ ആണെങ്കിൽ തല ചുറ്റുന്നത് പോലെ വരുന്നു. കിരൺ അവിടെ ഇരിക്കുകയാണ്. പ്രീതിയാണെങ്കിൽ ഡാൻസ് കഴിഞ്ഞിട്ട് കിരണിനെ തേടുന്നുണ്ട്. കിരണിനാണെങ്കിലും അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കിരണിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പൃഥ്വി പറയാണ്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്, നീ എന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തണം, നീ എല്ലാവരോടും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രീതി അപ്പോൾ പറയാണ്, എനിക്ക് എൻഗേജ്മെന്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പൃഥ്വിയാണെങ്കിൽ പ്രീതിയോട് പറയണ, നീ എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും, കുറച്ചുകൂടെ ക്ലോസ് ആകുമെന്ന് പറയുന്നു. അതേസമയം വീട്ടിലാണെങ്കിൽ രോഹിത്ത് കിരണിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കിരൺ എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ സമീറിനെ ഫോൺ ചെയ്യുകയാണ്. സമീറിനെ ഫോൺ ചെയ്തിട്ട് കിരൺ എന്തിയെന്ന് ചോദിക്കുന്നു. സമീർ അപ്പോൾ പറയണ, കിരൺ കുറച്ച് മൂഡ് ഓഫ് ആണെന്ന്, പൃഥ്വി ഇവിടെയും വന്നെന്ന് പറയുകയാണ്. രോഹിത് അപ്പോൾ ചോദിക്കുന്നു, പൃഥ്വി ആരാണ് ഈ പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്തതെന്ന്. സമീർ പറയാണ്, അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഈ പാർട്ടിയിലാണെങ്കിൽ പ്രീതയും ഉണ്ട്, പ്രീതയാണെങ്കിൽ ഇവിടെ പിസിയോ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. രോഹിത്ത് പറയുകയാണ്, പ്രീതയും കിരണിനെയും സൂക്ഷിച്ചു കൊള്ളണം, പൃഥ്വിയാണെങ്കിൽ അവിടെ ഉള്ളത് കൊണ്ട് കിരൺ ടെൻഷൻ ആകാൻ സാധ്യതയുണ്ട്, പബ്ലിക്കിന്റെ മുന്നിൽ ടെൻഷൻ ആകാതെ കിരണിനെ നോക്കിക്കോണം, മീഡിയയൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു. അത്രയും പെട്ടെന്ന് തന്നെ കിരണിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ രോഹിത്ത് പറയുകയാണ്. സമീറിനെ സൃഷ്ടിയും ഫോൺ ചെയ്യുന്നു. സൃഷ്ടിയും പറയുകയാണ്, പാർട്ടിയിൽ എന്തോ നടക്കുന്നത് പോലെ എനിക്കും ഫീൽ ആകുന്നുണ്ടെന്ന്. സമീർ ആണെങ്കിൽ രോഹിത്ത് വിളിച്ച കാര്യം പറയുന്നു. സൃഷ്ടി അപ്പോൾ പറയാണ്, കിരണിനെ എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ നിന്നും കൂട്ടിയിട്ട് പോകാനെന്ന്. പൃഥ്വി എന്തിനാണ് ആ പാർട്ടിയിൽ വന്നത്? അവനെ ആരാണ് ക്ഷണിച്ചത്? അവൻ എപ്പോൾ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിരണിനെ കൂട്ടിയിട്ട് പോകാൻ പറയുന്നു. സൃഷ്ടി ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുകയാണ്, ഞാനും ഈ പാർട്ടിക്ക് പോകണമെന്ന്. പൃഥ്വിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രീത നടന്നു വരികയാണ്. കിരൺ അത് കാണുന്നു. കിരൺ അത് ഇഷ്ടപ്പെടുന്നില്ല. കിരൺ അപ്പോൾ വീണ്ടും വീണ്ടും കുടിക്കുകയാണ്. പ്രീതയാണെങ്കിൽ കിരണിനെ കാണുന്നുണ്ട്. പ്രീത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ ഒരുപാട് ടെൻഷൻ ആണെന്ന് തോന്നുന്നല്ലോ എന്ന്. പൃഥ്വിയാണെങ്കിൽ കിരണിനെ കാണിക്കാൻ വേണ്ടി പ്രീതയ്ക്ക് ഒരു ഫ്ലവർ കൊടുക്കുകയാണ്. കിരൺ അത് ഇഷ്ടപ്പെടുന്നില്ല. കിരൺ ആണെങ്കിൽ എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വീഴാൻ പോകുന്നു. മോനിഷ അപ്പോൾ പിടിക്കുകയാണ്. കിരൺ ആണെങ്കിൽ മോനിഷയോട് ദേഷ്യത്തോടെ പറയാണ്, ആ കാണുന്ന പൃഥ്വിയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ദേഷ്യമാണെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്